അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ചിരിക്കുന്നത് വെറും 48 മണിക്കൂറാണ്. ആ സമയം കഴിയുന്നതിന് മുൻപ് ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ഒന്നൊന്നായി ചാരമാകുമെന്നാണ് ട്രംപിന്റെ പുതിയ താക്കീത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ പാത തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ഏറ്റവും വലിയ പവർ പ്ലാന്റിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കി. എണ്ണവില കുതിച്ചുയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ പടപ്പുറപ്പാട്. ഹോർമൂസ് കടലിടുക്ക് എന്നത് ലോകത്തിലെ ഏറ്റവും സുപ്രധാന കടലിടുക്ക് പാതയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ഇസ്രായേലുമായുള്ള സംഘർഷം മുറുകിയതോടെ ഇറാൻ ഈ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. ഇത് ആഗോള വിപണിയിലും ഒപ്പം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലായതോടെയാണ് ഇറാനെതിരെ ശക്തമായ താക്കീതുമായി ട്രംപ് എത്തിയത്. ഹോർമൂസ് കടലിടുക്ക് കൈയടക്കി വെച്ചിരിക്കുന്ന ഇറാന്റെ നടപടിയെ പ്രതിരോധിക്കാൻ മറ്റ് രാജ്യങ്ങൾ കൂടി മുന്നിട്ടിറങ്ങണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കുന്നത് അമേരിക്കയുടെ മാത്രം ആവശ്യമല്ലെന്നും പാത ഉപയോഗപ്പെടുത്തുന്ന എല്ലാ രാജ്യങ്ങളും സഹകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിനെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ചൈനയും ജപ്പാനും കൊറിയയും ഇതിന്റെ സുരക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങണമെന്ന ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ 90%, ജപ്പാന്റെ 95% ഈ പാതയിലൂടെയാണ് വരുന്നത്. എന്നിട്ടും ഈ രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ലെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്ക് സ്വന്തമായ ആവശ്യത്തിന് എണ്ണയുണ്ടെന്നും തങ്ങൾക്ക് ഈ പാതയുടെ ആവശ്യം മറ്റുള്ളവരെ പോലെ ഇല്ലെന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. നാറ്റോ സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്ന് വിളിച്ച ട്രംപ് അവർക്കിതിൽ ഇടപെടാൻ ധൈര്യമില്ലെന്നും കുറ്റപ്പെടുത്തി. ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ഇറാന്റെ സൈനിക ശക്തി ഇതിനോടകം തന്നെ അമേരിക്ക തകർത്തു കഴിഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തങ്ങൾ നിലംപരിശാക്കിയെന്നും ഇനി അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ കപ്പൽ പാത തടസ്സപ്പെടുത്തുക മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു സൈനിക നീക്കം മാത്രമാണെന്നും ലോകരാജ്യങ്ങൾ സഹകരിച്ചാൽ കാര്യങ്ങൾ വേഗത്തിലാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ റഡാർ സംവിധാനങ്ങളും മിസൈൽ വിക്ഷേപണ തറകളും ഇതിനോടകം തന്നെ നിഷ്ക്രിയമാക്കപ്പെട്ടതായി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും സൂചന നൽകുന്നുണ്ട്. എങ്കിലും ഹോർമൂസ് കടലിടുക്കൽ മൈനുകൾ വിതറിയും മറ്റും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാന് സാധിക്കും. ഇത് മറികടക്കാൻ വലിയൊരു സഖ്യസേന തന്നെ വേണമെന്നാണ് ട്രംപ് പറയുന്നത്. മറ്റൊരു വശത്ത് തന്ത്രപരമായ നീക്കത്തിലൂടെ ഇറാനെ പൂട്ടാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ലോകവിപണിയിലെ എണ്ണവില കുറയ്ക്കുന്നതിനായി ഇറാനുമേലുള്ള ചില ഉപരോധങ്ങളിൽ ട്രംപ് ഇളവ് നൽകിയിരുന്നു. കപ്പലുകളിൽ നേരത്തെ കയറ്റിയ ഇറാന്റെ എണ്ണ വിൽക്കാൻ 30 ദിവസത്തെ അനുമതിയാണ് നൽകിയത്. ഇതിലൂടെ വൻതോതിൽ എണ്ണ വിപണിയിലെത്തുകയും വില കുറയുകയും ചെയ്യും. ഇറാന്റെ എണ്ണ തന്നെ അവർക്കെതിരെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലൂടെ ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്താനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന പണം ഇറാന്റെ കൈകളിലേക്ക് നേരിട്ടെത്താതിരിക്കാൻ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമേരിക്കൻ ട്രഷറി വിഭാഗം അറിയിച്ചു. ലോകവിപണിയിൽ എണ്ണക്ഷാമം ഉണ്ടാകാതിരിക്കാനും അതേസമയം ഇറാന് സാമ്പത്തിക ലാഭം ഉണ്ടാകാതിരിക്കാനുമുള്ള ഇരട്ട തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. ലോകരാജ്യങ്ങളൊന്നും തന്നെ ട്രംപിന്റെ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ പതറില്ലെന്ന നിലപാടിലാണ് ഇറാനും തുടരുന്നത്. ട്രംപ് സമാനമായ രീതിയിൽ നാറ്റോ രാജ്യങ്ങളോട് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിൽ നടപടി സ്വീകരിക്കില്ലെന്ന് രാജ്യങ്ങൾ അറിയിച്ചിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങി 48 മണിക്കൂറിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സ്വതന്ത്രമാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.